ഹായ് ഓൾ, ദിസ് ഇസ് അബൌട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വ്ളോഗ്. എന്തെങ്കിലും ഞാൻ ഈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം. അമ്മ ഇവിടെ ഉണ്ടായാലും അമ്മേനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് രാവിലെ ഞാൻ തന്നെ എൻ്റെ കോഫി അങ്ങിട്ടു. ഞാൻ എണീറ്റ് വരാൻ 10-10:30 ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടീച്ചർക്കും അക്കാഡമിക് ഓഫീസർക്കും ഇവൻറ്റ് കോർഡിനേറ്റർ ആയതുകൊണ്ട് തന്നെ സ്കൂളിലെ പണി കുറച്ചധികം ഉണ്ട്. വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ തലേന്ന് വൈകുന്നേരമേ പിറ്റേന്നത്തെ കറി മുഴുവൻ ചെയ്ത് വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ചോറും വെച്ചിട്ടാണ് ഓട്ടം. വീട്ടിലാണെങ്കിൽ അമ്മ, മകൾ, ഭാര്യ എന്നീ റോളൊക്കെ ഞാൻ അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേസ് എനിക്കുള്ള റിവാർഡാണ് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് എണീക്കാൻ തോന്നുമ്പോഴല്ലാതെ വീക്കെൻഡ്സ് ഞാൻ എണീക്കാറില്ല. അമ്മയോ ആരനോ കുട്ടികളോ ആരും എന്നെ വിളിച്ചുണർത്താറുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ ദോശയും സാമ്പാറുമാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറാണ്, അതാണ് ഇന്ന് രാവിലെ ചൂടാക്കിയെടുത്തത്. ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ തന്നെ അമ്മേനെ ഞാൻ കിച്ചണിൽ നിന്ന് പറഞ്ഞു വിടും. പിന്നെ ഇവിടെ എൻ്റെ വൺ മാൻ ഷോയാണ്. ഞാൻ അരി വാർത്തിട്ടേച്ച് സാമ്പാറൊന്ന് അവനിൽ വെച്ച് ചൂടാക്കിയെടുത്തു. കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. കുറച്ച് ചൂരമീൻ്റെ പീസസ് ഞാൻ അരപ്പ് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പാനിൽ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലേക്ക് നിരത്തി വെച്ച് അതിന് മീതേക്ക് ചൂരമീൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുത്തു. ലഞ്ചിന് ഇന്നിവിടെ ചോറും സാമ്പാറും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും ചൂരമീൻ വറുത്തതും പിന്നെ നാരങ്ങാച്ചാറുമാണ്. എന്തിനാണ് ഇത്രയും ചോറെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഈ വ്ലോഗ് സ്ലൈറ്റ്ലി വോട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് വോട്ട് വി എയ്റ്റ് ഇൻ എ ഡേയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് എനിക്കും കിട്ടിയവനും മൂത്ത പുത്രനും ഉള്ള ചോറാണ്. ഇതുപോലെ ഒരു പ്ലേറ്റിൽ അമ്മയ്ക്കും നിലുവിനും ഉള്ള ചോറ് എടുത്തിട്ട് അമ്മയും നിലുവായിട്ട് പുറത്ത് പോയി നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ടിരുന്നത്. ഇവർക്ക് 2 പേർക്കും വാരി കൊടുത്തിട്ട് ഞാനും ഇതിലങ്ങ് ചോറ് കഴിക്കും. അതാകുമ്പോൾ ഒറ്റ പാത്രം കഴിക്കാൻ മതി. അങ്ങനെ ഗ്ലഞ്ചം സാമ്പാർ ഒഴിച്ച് ഒരു പറ ചോറ് തിന്ന് കിടന്നൊന്ന് ഇറങ്ങി എണീറ്റ് വൈകുന്നേരത്തെ ചായയുടെ കൂടെ കുറച്ച് അച്ചപ്പവും മുറുക്കുമാണ്. ഇതെല്ലാം പൊടിഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു ഡിഷിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുക. പുത്രനുള്ള പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗേറ്റ് ഇപ്പോൾ പുതിയതായിട്ട് പിടിപ്പിച്ചതിൻ്റെ ലോക്ക് ഏറ്റവും മേളിലിരിക്കുന്നത് കൊണ്ട് അവന് തുറക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്ഥിരം വഴി ഇതാണ്. വൈകുന്നേരത്തെ ഞാനും അലനും കൂടെ എനിക്കൊരു തയ്യൽ മെഷീൻ മേടിക്കാനായിട്ട് പുറത്തു പോയിരുന്നു കേട്ടോ. തയ്യൽ മെഷീനൊക്കെ മേടിച്ചിട്ട് അമ്മയ്ക്കും ലില്ലിയമ്മച്ചിക്കുള്ള നൈറ്റി പീസ് എടുക്കാൻ നേരെ ക്ലോത്ത് സെന്ററിൽ പോയി. പിന്നെ മെഷീൻ്റെ കൂടെ വേണ്ട സാധനങ്ങളൊക്കെ വേണമല്ലോ. കത്രിക, നൂല്, അവിടെ എവിടെയും നടന്ന് ഇതൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് അൽത്താസിൽ വന്ന് ഷവർമ കഴിച്ചു. എൻ്റെ സങ്കല്പത്തിലെ ഷവർമ അന്ന് ഇന്നും കുബൂസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഈ റൊമാലി റൂട്ടിയിൽ വരുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. എനിവേ ദാറ്റ് വാസ് മൈ ഡിന്നർ. അത് കഴിഞ്ഞ് അൽ റയാനിൽ വന്നിട്ട് ഒരു ഷമാം ഷേക്കും പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു. ഇന്നത്തെ വോട്ട് ഈറ്റിൻ്റെ ഡേ അവസാനിപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ലോങ് വീഡിയോസൊക്കെ ദ നെറ്റോസ് നമ്മുടെ ചാനലിലുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ കാണാം.